ഇത് കുറച്ച് ചെടികളാണ്. ഇത് കമ്പിളിനാരകത്തിൻ്റെ മരമാണ്. ഇത് കുറച്ച് നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. ഇവിടുന്ന് ഇത് ആത്ത പ്ലാന്റാണ്. ആത്തച്ചക്കയാണ്. ഈ കമ്പിളാകത്ത് കുറേ പിടിച്ചായിരുന്നു ഇപ്രാവശ്യം. അത് കുറേ വട്ടം നമ്മളെടുത്ത് 2-3 വട്ടം പൊട്ടിച്ച് അവിടെയൊക്കെ എടുത്തു കഴിച്ചു. പിന്നീടുള്ളതാണ് ഇതൊക്കെ. കവറിട്ട് വെച്ചില്ല ഈ ആത്ത മൊത്തം കിളി അണ്ണാനൊക്കെ കൊണ്ടുപോകും. കൈ എത്തുന്നിടത്തൊക്കെ കവറിട്ട് വെക്കും. അങ്ങ് മുകളിലാണ് ഏറെ കുറേ പിടിച്ചേക്കുന്നത്. എന്താ ചെയ്യാനാ, അണ്ണാനും കിളിയൊക്കെ തിന്നട്ടെ. ബാക്കി പറ്റുന്നതൊക്കെ പൊട്ടിച്ചെടുക്കും. തോട്ടി വെച്ച് നേരത്തെ എടുക്കും. ഇത് ബെൽച്ചാമ്പയാണ്, വാട്ടർ ചാമ്പയാണ്. ഹോം ഗ്രോൺ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റാണിത്. ഇതൊരു 2-3 വർഷം കൊണ്ട് പിടിക്കുന്നുണ്ട്. ഇതിപ്പം ചെറുതായിട്ട് മഴ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് പിടിച്ചതാണ്. ഇത് കറിവേപ്പിലയാണ്. ഇതെല്ലാം ഈ സൈഡിൽ തന്നെ വെച്ചേക്കുന്നതാണ്. തന്നെ പൊട്ടിക്കളിക്കുന്നത് അതൊക്കെ. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഒരുപാട് പൂക്കളുണ്ടാവും. ഒരുപാട് തൈയും ഉണ്ട് ഇതിൻ്റെ. ഇതൊരു തരം മുല്ലയാണ്. ആകാശമുല്ലയോ ഏതോ ഒരു മുല്ല. കുറച്ച് വെച്ച് വിളഞ്ഞില്ലെങ്കിൽ ഇത് കല്ല് പോലെ ആകും. അതാ പിച്ചാൻ മടിക്കുന്നത്. കവറിട്ട് വെച്ചാൽ ഇതിനകത്തുനിന്ന് അണ്ണാനോ കിളിയോ കൊണ്ടുപോകും. എങ്ങനെയെങ്കിലും ആ കവറിട്ട് വെക്കുന്നത്. കൈ എത്തുന്നിടത്ത് ആ കവറിട്ട് വെക്കും. അതിൻ്റെ പൂത്ത് വരുന്നതാണ് കുറച്ചൊക്കെ ഇത്. അണ്ണാനും കിളിയൊക്കെ കൊത്തി തിന്നൻ്റെ ബാക്കി കഴിക്കാം. ഇതൊരു എയർ ലെയർ ചെയ്ത് നോക്കിയതാണ്. ഇതവർ കാണാതെ പൊതിഞ്ഞ് വെച്ചതായിരുന്നു. ഇനി വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതിൻ്റെ മുകളിൽ കൂടെ കടിച്ചു തിന്നും. അതുകൊണ്ടിത് നമുക്ക് പിച്ചെടുക്കാം. ഇതിൻ്റെ സീസൺ തുടങ്ങുന്നതേ ഉള്ളൂ. മഴ കഴിയുമ്പോൾ ഇത് പൂവിട്ട് തുടങ്ങുന്നതേ. ഇപ്പം അങ്ങും ഇങ്ങും ഓരോന്ന് പൂവിട്ടതിനകത്തുനിന്ന് കിട്ടിയതാണ്. കവറിട്ട് വെച്ചിരുന്നുകൊണ്ട് ഇത് ഇവിടെ നിന്നു. ഇതിനകത്തുനിന്ന് പൊട്ടിച്ച് ചിലതിന് നല്ല മധുരം കാണും, ചിലത് മധുരം കാണത്തില്ല. വെള്ളത്തിൻ്റെ അംശം ഒരുപാടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം.